മറ്റു വന്നതിന് പിന്നാലെ അമ്മയിൽ കൂട്ടരാജി ഉണ്ടായിരുന്നു. ഈ കൂട്ടരാജി വേണമായിരുന്നു തോന്നുന്നു. നമുക്കൊന്നും ചെയ്യാനില്ല. ഇത് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിനകത്ത് ആർക്കും ഒരു സംശയമില്ല. പക്ഷേ ആ കൂട്ടത്തിൽ നിരപരാധികളായിട്ട് ആരും പെട്ടുപോകരുത് എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ബാക്കി ഇപ്പോൾ അമ്മ എല്ലാവരും കൂടി വന്നിരുന്നിട്ട് മീറ്റിംഗ് കൊടുത്താലും പറയാൻ പോകുന്നതൊക്കെ തന്നെയാണ്. ഇപ്പം മോഹൻലാൽ വന്നിട്ട് പറഞ്ഞാലും എന്താ പറയുക, കുറ്റം ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടണം, അന്വേഷണം നടക്കട്ടെ ഒന്നൊന്ന് പറയാമെന്നുള്ളത്. അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വന്ന് നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതിനെതിരെയുള്ള ഒരു ലൈംഗിക ആരോപണം താങ്കളൊരു ഞെട്ടലുണ്ടാക്കിയോ? തീർച്ചയായിട്ടും ആരുടെ പേരിലാണെങ്കിലും നമ്മളിത് ആരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ആരുടെ ഉള്ളിലേക്ക് കടന്നിട്ടൊന്നും കാണാൻ പറ്റില്ല. എന്നെപ്പോലെ ആർക്ക് എന്തറിയാനെ പറ്റി എനിക്കറിയാവുന്നതിന് അപ്പുറമൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ ആരെപ്പറ്റി നമുക്കൊന്നും അറിയില്ല. പക്ഷെ എല്ലാവരും നല്ല ആളുകളാണ് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. ഈ പുതിയ ആളുകൾ, ഈ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള പുതിയ ആളുകൾ ഈ തമ്മയുടെ തലപ്പത്തേക്ക് എത്തണം, അതല്ല ഈ ജഗദീഷിനെ പോലുള്ള ആളുകൾ തന്നെ അല്ലെങ്കിൽ മോഹൻലാൽ തന്നെ തിരിച്ചെത്തണം, ഇങ്ങനെ വ്യക്തിപരമായ അഭിപ്രായം എങ്ങനെയുണ്ടോ? ആരും മോശക്കാരൊന്നും അല്ലാന്നേ. അവിടെ ആരും കുഴപ്പക്കാരായിട്ടുള്ള ആളുകളില്ല. ചെറുപ്പക്കാരോ പ്രായമുള്ളവരോ സീനിയേഴ്സോ ജൂനിയേഴ്സോ ആരും വേണമെങ്കിലും വരട്ടെ, നന്നായിട്ട് കാര്യങ്ങൾ പോകണം. അവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവിടുത്തെ മീറ്റിങ്ങുകളിൽ വലിയ പ്രശ്നങ്ങളും ഒരു പൊളിറ്റീഷ്യന്മാർ രാഷ്ട്രീയ മീറ്റിംഗ് കൂടുന്ന പോലെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നും അവിടെ ഞാനുണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കഴിഞ്ഞ പ്രാവശ്യം അവിടെ വളരെ സ്വസ്ഥമായിട്ടിരുന്നിട്ട് അതെന്താ ചെയ്യേണ്ടത്, അതപ്പോൾ ഇങ്ങനെ ചെയ്താലോ, അങ്ങനെ ചെയ്ത് ശരിയാവോ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ശരി അതാണ് ശരിയെന്ന് എല്ലാവർക്കും തോന്നിയാൽ അത് ചെയ്യും. കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് അത്തരത്തിലുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ, അല്ലെങ്കിൽ താങ്കളുടെ കാര്യം ജൂനിയറായിട്ടുള്ള താരങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും താരങ്ങൾ ഏതെങ്കിലും സമയത്ത് ലാൽചേട്ടനെ അറിയിച്ചതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ലില്ല, ഇപ്പം നമ്മുടെ സെറ്റിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അതോടൊക്കെയായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതെല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൈയൊഴിയുന്നതല്ല, അതെല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇതിനകത്ത് എല്ലായിടത്തും ഉണ്ടാകാൻ പാടില്ല, എവിടെയും ഉണ്ടാകാൻ പാടില്ല. സിനിമയിലും ഉണ്ടാകാൻ പാടില്ല, ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല. സിനിമയിൽ സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. കാരണം വെച്ചാൽ ഒരുമിച്ച് താമസിക്കുകയും ദിവസങ്ങളോളം ഹോട്ടലുകളിൽ ഒരുമിച്ച് അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനുള്ള ചാൻസസ് കൂടുതലുണ്ട്. ഈ മൊഴി കൊടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഈ റിപ്പോർട്ടായി തന്നെ ഇരുന്നാൽ മതിയോ? അതിൽ ക്രിമിനൽ കേസ് എടുക്കേണ്ട, പോക്സോ എടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നിയമ നടപടിയിലേക്ക് പോകണം. അല്ല, അതാ പറഞ്ഞ കുറ്റം ചെയ്തവരെ പറ്റി അന്വേഷിക്കണം. കുറ്റം ചെയ്തെന്ന് ആരോപിക്കപ്പെട്ടവരെ പറ്റി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, രക്ഷപ്പെടണം, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. കാര്യങ്ങളൊക്കെ ശരിയല്ല. പക്ഷെ അത് കുറ്റം ചെയ്തവർ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്.